ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു സാരിയിൽ നിന്ന് ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ ഒരു പഴയ സാരിയാണ്. ഇതൊരു നെറ്റിൻ്റെ ഫാബ്രിക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ജാക്കറ്റ് മോഡൽ ടോപ്പ് തയ്ച്ചാലോ എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ അതിൻ്റെ സൈഡിലുള്ള ലേസ് എല്ലാം അഴിച്ചു. അതിനുശേഷം ഇങ്ങനെ എംബ്രോയിഡറിയും നെറ്റും കൂടെ വരുന്നത് ഫ്രണ്ടിലെ ജാക്കറ്റായിട്ടും പ്ലെയിനായിട്ടുള്ള നെറ്റ് അകത്ത് ഒരു ഇന്നർ പോലെ ഒരു സ്ലീവ്ലെസ് ടോപ്പ് എ ലൈൻ തയ്ച്ചിരിക്കാനുമാണ് എൻ്റെ ഒരു ഐഡിയ. അതിന് വേണ്ടി ഞാൻ 2 മീറ്ററിൻ്റെ സാറ്റിൻ്റെ ഒരു ലൈനിങ് എടുത്തു. അതിൻ്റെ അകത്ത് എ ലൈൻ ടോപ്പിന് വേണ്ട മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ട് ഞാനൊരു ടോപ്പ് ആദ്യം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം സാരിയിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള ടോപ്പിൻ്റെ നെറ്റിൻ്റെ ഫാബ്രിക്കും പിന്നെ ജാക്കറ്റ് മോഡൽ നെറ്റിൻ്റെ ഫാബ്രിക്കും എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ എംബ്രോയിഡറി വരുന്നതിന് ഞാൻ മെയിൻ ജാക്കറ്റിന് വേണ്ടി എടുക്കുകയാണ്. അതിനുശേഷം പ്ലെയിനായിട്ടുള്ള നെറ്റ് ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊരു ശരിക്കും ഒരു നല്ലൊരു ടാസ്ക് ആയിരുന്നു. കാരണം സാരിയുടെ പ്ലീറ്റ്സിൻ്റെ അവിടെ വരെ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ എംബ്രോയിഡറി കിട്ടത്തുള്ളായിരുന്നു. പിന്നെ നമുക്ക് ഹാഫ് പോർഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വരുന്നതായിരുന്നു. അതുകൊണ്ട് ഹാഫ് പോർഷനുള്ള ആ നെറ്റിൻ്റെ ഫാബ്രിക് എടുത്ത് ഞാൻ ബാക്ക് സൈഡിൽ ഇതുപോലെ ജാക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തു. പിന്നെ പ്ലെയിൻ ഫാബ്രിക് ഞാൻ ഇതുപോലെ ചൂസ് ചെയ്തെടുത്തിട്ട് അതിനെ ഞാൻ എ ലൈൻ ടോപ്പിൻ്റെ ലൈനിങ്ങിന് മുകളിലായിട്ട് തയ്ക്കാനെടുത്തു. ഇനി ശേഷം ഇതാണ് ജാക്കറ്റിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തുണി. അത് ഞാൻ പീസ് തമ്മിൽ യോജിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ സാരിയുടെ തന്നെ അറ്റത്തുള്ള ലേസാണ് ഞാൻ ഫ്രണ്ടിൽ പോർഷനിലും കയ്യിലും കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നി. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ഇതാണ് ഞാൻ ഇട്ടതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇങ്ങനത്തെ സാരിയിൽ നിന്ന് ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണണം എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ആൻഡ്